നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം ഈ വൈകുന്നേര സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. TBFൻ്റെ ബൈബിൾ ക്ലാസ്സിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ഇത്രയും പേർക്ക് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഒന്നിച്ച് കൂടി വരുവാനും കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കാൻ കർത്താവ് നമുക്ക് ആരോഗ്യവും ആയുസ്സും തന്നിരിക്കാൻ ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. കടന്നു വന്ന എല്ലാ ബഹുമാനപ്പെട്ട സഹോദരി സഹോദരങ്ങളോടുള്ള നന്ദിയും സ്നേഹത്തെയും അറിയിക്കുന്നു. വിശേഷാൽ ഇന്ന് നമുക്ക് ദൈവവചനത്തിൻ്റെ ആലോചന പങ്കിട്ട് തരുവാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ഷിബിൻ ചിറ്റിക്കോണം സഹോദരനെ പ്രത്യേകാൽ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥിച്ച് നമ്മുടെ യോഗം ആരംഭിക്കാം. പ്രാർത്ഥിച്ചതിന് ശേഷം 2 പാട്ട് നമുക്ക് ഒരുമിച്ച് സോങ് ഷീറ്റിൽ നിന്ന് പാടാവുന്നതാണ്. അത് കഴിഞ്ഞൊരു സിംഗിൾ സോങ്ങും പാടി കേൾക്കാം. അങ്ങനെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇപ്പോൾ നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കാം. പ്രിയ റോയ് അങ്കിൾ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് ആരംഭിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല നേരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്നും ഞങ്ങളെ അതിശയമായ രീതിയിൽ അത്ഭുതകരമായ രീതിയിൽ വഴി നടത്തിയ എല്ലാ കൃപയ്ക്കായിട്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സമാധാനത്തോടെ കർത്താവേ, ഈ ലോകത്തിൽ ജീവിപ്പാൻ ആവശ്യമായ എല്ലാ കൃപകളും കർത്താവ് തന്നുകൊണ്ടിരിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് എപ്പോഴും ഒന്നേ പറയാനുള്ളൂ, ദൈവം എത്ര നല്ലവനെന്ന് കർത്താവേ, ഞങ്ങൾക്ക് അതുമാത്രമേ ഞങ്ങൾക്ക് പറയുവാനുള്ളൂ. കരുണയും കൃപയും ദീർഘക്ഷമയും മഹാദൈവമുള്ള നല്ല ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം ഞങ്ങളെ ഭരിക്കുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ വൈകുന്നേര സമയം കർത്താവേ, ദൈവത്തിൻ്റെ വചനത്തിന് മുൻപായി ഇരുപ്പാൻ തക്കണം ഞങ്ങളേവരെയും കൂട്ടിക്കൊണ്ടുവന്ന കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവെ, ഈ TBF കർത്താവെ, ഈ മിനിസ്ട്രി ഏറ്റവും അനുഗ്രഹമായിട്ട് ഇവിടെ നടക്കുവാൻ തക്കണം കർത്താവ് ഇടവരുത്തതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കൂട്ടിക്കൊണ്ടുവന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങയുടെ ദാസൻ ഷിബിൻ കർത്താവെ സഹോദരനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ ദാസിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട ചിന്തകൾ ഇന്ന് കേൾപ്പാനും ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവെ അത് അനുഗ്രഹമായിട്ട് തീരുവാനും ഇവിടെ വരുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാട്ടുപാടുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാവരെയും സഹായിക്കണം. ആവശ്യമായ എല്ലാ കൃപകളും കർത്താവ് ഇന്ന് ഞങ്ങൾക്ക് തരണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിധത്തിലും ദൈവത്തിൻ്റെ കൃപ ഇന്ന് ധാരാളമായിട്ട് അനുഭവിപ്പാനിട വരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കൽ നന്ദിയോടെ സ്തോത്രം എല്ലാം കർത്താവായ യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. സ്വർഗീയ പിതാവേ, ആമേൻ. ഇന്നയോളം തൻ ഭുജത്താൽ
മാത്രമാണേക ലക്ഷ്യം എൻ്റെ ജീവിതത്തിൽ യേശുവേ. നിന്റെ മഹിമയ്ക്കായി എൻ്റെ ജീവൻ ഇന്നും അർപ്പണം ചെയ്യുന്നേ. നീ വളരാൻ ഏഴ കുറയാൻ ക്രൂശിൻ മറവിൽ ഞാൻ മറയട്ടെ. നീ വളരാൻ ഏഴ കുറയാൻ ക്രൂശിൻ മറവിൽ ഞാൻ മറയട്ടെ. സ്വയമുയർത്താൻ പേരുവളർത്താൻ ജഡമേറെ കൊതിക്കുമ്പോൾ മന്നിൻ മാനം നേടുവാനായി മനസ്സാകെ വെമ്പുമ്പോൾ കുരിശോളം താണദേവാ നിന്നെ മാത്രം ഞാൻ ധ്യാനിക്കും. കുരിശോളം താണദേവാ നിന്നെ മാത്രം ഞാൻ ധ്യാനിക്കും. നിന്റെ മഹത്വമാണേക ലക്ഷ്യം എൻ്റെ ജീവിതത്തിൽ യേശുവേ. നിന്റെ മഹിമയ്ക്കായി എൻ്റെ ജീവൻ ഇന്നും അർപ്പണം ചെയ്യുന്നേ. നീ വളരാൻ ഏഴ കുറയാൻ ക്രൂശിൻ മറവിൽ ഞാൻ മറയട്ടെ. നീ വളരാൻ ഏഴ കുറയാൻ ക്രൂശിൻ മറവിൽ ഞാൻ മറയട്ടെ. ഒന്നു മാത്രമാണെൻ്റെ ആശ, നിന്നെ പോലെ ഞാനാകണം. മണ്ണിൽ എനിക്കുള്ള ആയുസ്സെല്ലാം തിരുഹിതത്തിൽ പുലരണം. നിന്റെ ഭാവം നിന്റെ രൂപം എന്നിലെന്നെന്നും നിറയണം. നിന്റെ ഭാവം നിന്റെ രൂപം എന്നിലെന്നെന്നും നിറയണം. നിന്റെ മഹത്വമാണേക ലക്ഷ്യം എൻ്റെ ജീവിതത്തിൽ യേശുവേ. നിന്റെ മഹിമയ്ക്കായി എൻ്റെ ജീവൻ ഇന്നും അർപ്പണം ചെയ്യുന്നേ. നീ വളരാൻ ഏഴ കുറയാൻ ക്രൂശിൻ മറവിൽ ഞാൻ മറയട്ടെ. നീ വളരാൻ ഏഴ കുറയാൻ ക്രൂശിൻ മറവിൽ ഞാൻ മറയട്ടെ. വളരെ അർത്ഥവത്തായ ആത്മീയ ഗാനങ്ങൾ നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ആ കൂട്ടത്തിൽ തന്നെ നമ്മെ തന്നെ സമർപ്പിക്കുവാനും നമ്മുടെ ജീവിതങ്ങളെ ശോധന ചെയ്യുവാനും ദൈവം സഹായിക്കുകയായിരുന്നല്ലോ. കർത്താവിൻ്റെ മഹത്വമാണ് നമ്മുടെ ഏക ലക്ഷ്യം. അതിനുവേണ്ടി നമ്മെ തന്നെ താഴ്ത്തുവാനും ആ ക്രൂശിൻ്റെ മറവിൽ മറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ നമുക്കിടയായി തീരട്ടെ. നമുക്കറിയാം, പാട്ടിൽ ഓർപ്പിച്ചതുപോലെ ജഡം അതിൻ്റെ വലിയ തടസ്സമാണ്. ആ തടസ്സങ്ങളെ നേരിടുവാൻ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ നമ്മെ തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. തുടർന്ന് ദൈവവചനം കേൾക്കുവാൻ നാം പോവുകയാണല്ലോ. നേരത്തെ പ്രസ്താവിച്ചതുപോലെ
ചിറ്റിക്കോണം സഭയിൽ നിന്നും കടന്നു വന്ന സുവിശേഷകൻ ഷിബിൻ സഹോദരൻ നമുക്ക് ആവശ്യമായ ആലോചന പങ്കിട്ട് തരുന്നതായിരിക്കും. താൻ ഈ അടുത്ത സമയത്ത് പത്തനംതിട്ടയിലെ ബൈബിൾ സ്കൂൾ പഠനമൊക്കെ പൂർത്തിയാക്കി കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ ചിറ്റിക്കണം സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് പലയിടങ്ങളിൽ സുവിശേഷ പ്രവർത്തനത്തിന് സാക്ഷ്യം വഹിച്ചു വരുന്ന ഒരു യുവ സഹോദരനാണല്ലോ. നമുക്ക് തന്നെ എല്ലാ സ്നേഹത്തോടുകൂടെ വചന ശുശ്രൂഷയ്ക്ക് സ്വാഗതം ചെയ്യാം. ദൈവതിരുനാമം എന്നും എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ. നിങ്ങളോടൊപ്പം ഈ ദിവസത്തിൽ ഈ ആത്മീയ സന്തോഷം പങ്കിടുവാൻ തക്കവണ്ണം ഇടയായി എന്നുള്ളതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അനുഗ്രഹീതമായ ഗാനങ്ങൾ നമുക്ക് കേൾക്കുന്നതിനും അവരോടൊപ്പം പാടുന്നതിനുമുള്ള അവസരം ദൈവം നമുക്ക് നൽകി. തുടർമാനമായിട്ട് ഈ കർത്താവിനെ പാടുന്നവരായും കീർത്തിക്കുന്നവരായിട്ടും ജീവിക്കുവാനായിട്ട് കർത്താവ് നമ്മേവരെയും ധാരാളമായിട്ട് സഹായിക്കുമാറാകട്ടെ. ഇവിടെ ഓർപ്പിച്ചതുപോലെ ഈ തിരുവനന്തപുരം ജില്ലയുടെ ഏറ്റവും അറ്റത്ത് വിതുര എന്ന് പറയുന്ന ആ ഗ്രാമത്തിനടുത്ത് ചിറ്റിക്കോണം എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമമുണ്ട്. അവിടെ ഉള്ള ദൈവമക്കളോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കുകയും അവിടുത്തെ സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോരുകയും ചെയ്യുകയാണ്. എനിക്ക് ഒരു പൈതലുണ്ട്, 2 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങൾ കുടുംബമായി കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നതിന് നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. അല്പനേരത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് അപ്പോസ്തലനായ പൗലോസ് ഫിലേമോന് എഴുതിയ ലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം പ്രാരംഭത്തിൽ വായിക്കാവുന്നതാണ്. അപ്പോസ്തലനായ പൗലോസ് ഫിലേമോന് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. മതി. തുടർന്നുള്ള സമയം നമ്മൾ ഒരുമിച്ച് ചില വേദഭാഗങ്ങൾ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കുവാനായിട്ട് ദൈവം നമ്മെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. ഈ പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ അത് എൻ്റെ കേൾവിക്കാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, മറിച്ച് ഇത് പറഞ്ഞു തരുന്ന എനിക്കും കൂടിയിട്ടുള്ളതാണ് എന്നുള്ള പൂർണ്ണബോധ്യത്തോടു കൂടെ ഈ വചനം നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് ഇടയായി തീരട്ടെ. ഈ പുസ്തകത്തിൽ നിന്നും പൗലോസിൻ്റെ ജീവിതത്തിൽ കാണുന്ന ചില പ്രത്യേകമായ സ്വഭാവ സവിശേഷതകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇതിൻ്റെ പശ്ചാത്തലം എല്ലാവർക്കും അറിവുള്ളതുപോലെ സമ്പന്നനായിരിക്കുന്ന ഫിലേമോൻ്റെ ഭവനത്തിൽ നിന്നും എന്തൊക്കെയോ മോഷ്ടിച്ച് കടന്നു കളഞ്ഞ ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഒനേസീമോസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം അപ്പോസ്തലനായ പൗലോസ് ആയിരിക്കുന്ന കാരാഗൃഹത്തിൽ എത്തിച്ചേരുന്നതും അവിടെ വെച്ച് പൗലോസ് അദ്ദേഹത്തോട് സുവിശേഷം പറഞ്ഞ് അദ്ദേഹം രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് വരികയാണ്. തുടർന്ന് അദ്ദേഹത്തിൻ്റെ ആത്മീയ വളർച്ചയോടുള്ള ബന്ധത്തിൽ, ആത്മീയ നിലനിൽപ്പിനോടുള്ള ബന്ധത്തിൽ അത് പൗലോസ് വളരെയധികമായിട്ട് ആഗ്രഹിച്ചിരുന്നത് കൊണ്ട് വീണ്ടും മടക്കി ഫിലേമോൻ്റെ അരികിലേക്ക് തന്നെ അയക്കണമെന്നുള്ള ആശയത്തിൽ അദ്ദേഹം എഴുതിയതായിട്ടുള്ള ഒരു ലേഖനമായിട്ട് ഇരിക്കുകയാണ്. അതിൽ നിന്നും പൗലോസിൻ്റെ ജീവിതത്തിൽ തെളിഞ്ഞു കാണുവാനായിട്ട് സാധിക്കുന്ന നിരവധിയായ ആത്മീയ സ്വഭാവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് നമ്മുടെയും ആത്മീയ ജീവിതത്തിൽ വളരെ ഗുണകരമായി തീരുന്ന വസ്തുത തന്നെയാണ്. ആ നിലയിൽ നമുക്ക് മുന്നോട്ട് ചിന്തിക്കുവാനായിട്ടും ഇടയായി തീരട്ടെ. 1-ാമത്തെ വാക്യത്തിൽ വായിച്ചപ്പോൾ നമ്മളിങ്ങനെയാണ് വായിച്ചത്. പൗലോസ് തന്നെ എഴുതുകയാണ്, ക്രിസ്തുയേശുവിൻ്റെ ബദ്ധനായ പൗലോസും എന്ന് പറഞ്ഞുകൊണ്ട് ആ ലേഖനം എഴുതി തുടങ്ങുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ക്രിസ്തുയേശുവിൻ്റെ ബദ്ധനായ പൗലോസ്. ഈ പദത്തോടുള്ള ബന്ധത്തിൽ അദ്ദേഹത്തിൻ്റെ ഏതൊരു ലേഖനങ്ങളും പരിശോധിച്ചാലും വളരെ സന്തോഷത്തോടുകൂടെ, ആവേശത്തോടുകൂടെ, വളരെ ഭംഗിയായി, വളരെ ഉച്ചത്തിൽ അദ്ദേഹം വിളിച്ചു പറയുവാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഞാൻ യേശുക്രിസ്തുവിൻ്റേതാണ് എന്നുള്ള ആശയത്തോടു കൂടെയാണ്. അദ്ദേഹം പറയുന്നത് ഞാൻ യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലനാണ്, ഞാൻ യേശുക്രിസ്തുവിൻ്റെ ബദ്ധനായിരിക്കുന്നവനാണ്, ഞാൻ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷകനാണ്, ഞാൻ യേശുക്രിസ്തുവിൻ്റേതാണ്. ഇങ്ങനെ വായ്തോരാതെ ജീവിതത്തിലുടനീളം അദ്ദേഹത്തിന് പറയുവാനായിട്ട് ഒരു വിഷയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഈ കർത്താവായ യേശുക്രിസ്തു എന്നുള്ള വിഷയം മാത്രമായിരുന്നു. എവിടെയും ഐ ബിലോങ്സ് ടു ക്രൈസ്റ്റ് എന്ന് പറയുവാനായിട്ട്
ഞാൻ കർത്താവിൻ്റേതാണ് എന്ന് പറയാനായിട്ട്, ഈ കർത്താവിനെക്കുറിച്ച് പറയുവാനായിട്ട് അധികം സന്തോഷവും ധൈര്യവും ആവേശവും ഒക്കെ പൗലോസിൻ്റെ ജീവിതത്തിലുടനീളം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും അദ്ദേഹത്തിൻ്റെ സംസാര വിഷയമെന്ന് പറയുന്നതും ഈ കർത്താവായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഒന്നാമത്തെ ആശയമായിട്ട് ഞാനിങ്ങനെ പറയട്ടെ, പൗലോസിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് ജീവിതത്തിലുടനീളം ഈ കർത്താവിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. ജീവിതത്തിലുടനീളം കർത്താവിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ഏത് സാഹചര്യങ്ങളുടെ മധ്യത്തിലും ഏത് അവസ്ഥകളുടെ മധ്യത്തിലും യേശുക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുവാൻ രണ്ട് വാക്കിലെങ്കിലും ഈ കർത്താവിൻ്റേതാണ് ഞാൻ എന്ന് പറയുവാനായിട്ടുള്ള സന്തോഷവും അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഞാനൊരു വസ്തുത ഇങ്ങനെ പറയട്ടെ, അദ്ദേഹത്തിൻ്റെ സംസാര വിഷയം കർത്താവായിരുന്നു. എവിടെയും സംസാര വിഷയം കർത്താവായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ വേറൊരു ഭാഗത്ത് വായിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിനകത്ത് ചൂട് പിടിച്ചിട്ട് ഈ കർത്താവിനെക്കുറിച്ച് സംസാരിച്ചതായിട്ട് നമുക്ക് വായിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എവിടെയും സംസാര വിഷയം കർത്താവ് മാത്രമായിരുന്നു. ജീവിതത്തിൽ അവസാനം ജീവൻ പോവുവോളം സംസാരിക്കുവാനായിട്ട് ഇടയായിത്തീർന്ന വിഷയം ഈ കർത്താവ് മാത്രമായിരുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സംസാര വിഷയം അത് കർത്താവായിട്ട് മാറിയത്? ഞാനിങ്ങനെ മനസ്സിലാക്കുകയാണ്, കർത്താവ് നമ്മെ പഠിപ്പിച്ചൊരു പാഠമുണ്ടല്ലോ, ഹൃദയത്തിനകത്ത് എന്താണോ നിറഞ്ഞു കവിയുന്നത് അത് എന്ത് ചെയ്യും? പ്രസ്താവിക്കും. ഒരു വസ്തുത ഞാനിങ്ങനെ പറയട്ടെ, വളരെ സന്തോഷത്തോടു കൂടെ പറയട്ടെ, പൗലോസിൻ്റെ ഹൃദയത്തിനകത്ത് മുഴുവനും ഈ കർത്താവിനെ കൊണ്ട് നിറയപ്പെടുമ്പോൾ, ഈ കർത്താവ് നിറഞ്ഞിരിക്കുമ്പോൾ എപ്പോഴും അദ്ദേഹത്തിൻ്റെ സംസാര വിഷയമെന്ന് പറയുന്നത്, എപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രസംഗ വിഷയമെന്ന് പറയുന്നത്, സംസാര വിഷയമെന്ന് പറയുന്നത് ഈ കർത്താവ് മാത്രമായിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ്. ഹൃദയം നിറയെ കർത്താവ്. ഞാനൊന്ന് പറയട്ടെ, നമ്മുടെ ജീവിതങ്ങളിൽ ഈ കർത്താവിനെ കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ നിറയപ്പെടുവാനായിട്ട് ഇടയായി തീരുന്നെങ്കിൽ, ഹൃദയത്തിനകത്ത് മുഴുവനും കർത്താവാണെങ്കിൽ നമ്മുടെയും സംസാര വിഷയം ജീവിതത്തിലുടനീളം കർത്താവായിരിക്കും എന്നുള്ളത് തന്നെയാണ്. കർത്താവിനെ കൊണ്ട് നിറയപ്പെടുന്ന ഹൃദയങ്ങളിൽ കർത്താവിന് പാടുവാനായിട്ട് ഇടയായിത്തീരും. കർത്താവിനെ കൊണ്ട് നിറയപ്പെടുന്ന ഹൃദയങ്ങളിൽ എപ്പോഴും സംസാര വിഷയവും ചർച്ചാ വിഷയവും ഒക്കെ കർത്താവായി മാറുവാനായിട്ട് ഇടയായിത്തീരും. അതിനൊത്തിരി ഉദാഹരണങ്ങൾ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എമ്മൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാരെക്കുറിച്ച് വായിക്കുന്ന ഇതേ ആശയമാണ്. എന്താണെന്നറിയാമോ? അവരുടെ യാത്രയിൽ അവർക്ക് സംസാരിക്കുവാനായിട്ട് പല കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ അവരുടെ ചർച്ചാ വിഷയം എന്തായിരുന്നു എന്നറിയാമോ? എന്താ? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണവും അടക്കപ്പെടലും ആ ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ച് അവർ സംസാരിച്ചു കൊണ്ടേയിരിക്കുക. അപ്പോൾ ഈ കർത്താവിനെ കൊണ്ട് നമ്മുടെ ഹൃദയം നിറയപ്പെടുവാനായിട്ട് ഇടയായിത്തീരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലുടനീളം കർത്താവ് ഒരു സംസാര വിഷയമായിട്ട് മാറുവാനായിട്ട് സാധിക്കുമെന്നുള്ളത് തന്നെ. കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനം വഹിക്കുകയാണെങ്കിൽ, എൻ്റെ ജീവിതത്തിലെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് കർത്താവിനാണെന്ന് വരികിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ കർത്താവിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുവാനായിട്ട് സാധിക്കും. ഞാനൊന്ന് തിരിച്ചൊന്ന് പറയട്ടെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈ കർത്താവിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഇനി ഈ കർത്താവാണോ എൻ്റെ ഭവനത്തിലെ ചർച്ചാ വിഷയം? എൻ്റെ കർത്താവാണോ മറ്റു സ്ഥലങ്ങളിൽ ഞാൻ കൂടുമ്പോൾ എൻ്റെ ചർച്ചാ വിഷയം? ഈ കർത്താവിനെക്കുറിച്ചാണോ അനുനിമിഷം എനിക്ക് പറയുവാനായിട്ട് സാധിക്കുന്നത്? ഇല്ലെങ്കിൽ ഒരു ആശയം ഞാനിങ്ങനെ പറയാം, എൻ്റെ ഹൃദയത്തിനകത്ത് ആര് നിറയുന്നില്ല? ഈ കർത്താവിനെ കൊണ്ട് നിറയുന്നില്ല. നമ്മളിങ്ങനെ പാടാറുണ്ട്, എന്താ? നീ വളർന്നും ഞാൻ കുറഞ്ഞു വരണം. പക്ഷേ ജീവിതത്തിൽ എവിടെയൊക്കെയോ പല മിസ്റ്റേക്കുകൾ നമുക്ക് പറ്റുന്നത് കൊണ്ട് കർത്താവ് നമ്മിൽ എന്ത് ചെയ്യുന്നില്ല? വളരുന്നില്ല. മറിച്ച് ആരാ വളർന്നുകൊണ്ടിരിക്കുന്നത്? നമ്മളാണ്. നമ്മൾ വളരുമ്പോൾ നമുക്ക് സംസാരിക്കാൻ ആരുടെ വിഷയം മാത്രമേ ഉള്ളൂ? നമ്മുടെ വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്ക് സംസാരിക്കാൻ മറ്റുള്ളവരുടെ വിഷയം മാത്രമേ ഉള്ളൂ. എന്നാൽ പൗലോസിന് അങ്ങനെ ആയിരുന്നില്ല. പൗലോസിന് ഒറ്റ വിഷയമേ ഉള്ളൂ. എവിടെയും ഈ കർത്താവിൻ്റേതാണെന്ന് പറയുവാൻ, എവിടെയും കർത്താവിനെ കൊണ്ട് ഹൃദയം നിറയപ്പെട്ടുകൊണ്ട് സംസാരിക്കുവാനായിട്ട് പൗലോസിന് ഇടയായി തീർന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരുപാട് കർത്താവിന് വേണ്ടി അധ്വാനിച്ച് വീണ്ടും നമ്മൾ വായിക്കുവാനായിട്ട് ഇടയായി തീരുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം അതിൻ്റെ 20-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹം വളരെ ധൈര്യമായിട്ട് പറയുന്നത് ഇങ്ങനെയാണ്. എന്താണെന്നറിയാമോ? എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായിട്ട് എണ്ണുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കെൻ്റെ പ്രാണനേക്കാൾ വില ആരാ? ഈ കർത്താവാണ്. എൻ്റെ പ്രാണനേക്കാൾ വില കർത്താവ് നൽകിയ ശുശ്രൂഷയാണ്. ഈ എൻ്റെ പ്രാണനേക്കാൾ വില കർത്താവിൻ്റെ സഭയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ എണ്ണുവാനായിട്ട് സാധിച്ചത്? ഒറ്റൊരാശയം, ഹൃദയത്തിനകത്ത് മുഴുവനും ഈ കർത്താവിനെ കൊണ്ട് നിറയപ്പെടുകയാണ്. ഹൃദയത്തിനകത്ത് മുഴുവനും കർത്താവ് നിറഞ്ഞിരിക്കുകയാണ്. ഇതേ ആശയം ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്.
അബ്രഹാമിനെ കുറിച്ച് കർത്താവ് പറഞ്ഞൊരു സാക്ഷ്യം ഇങ്ങനെയുണ്ട്, നമ്മളെല്ലാവരും വായിക്കാറുള്ളൊരു കാര്യമാണ്. നിൻ്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായിക കൊണ്ട്. വളരെ സന്തോഷത്തോടുകൂടെ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, കർത്താവിൻ്റെ ഹൃദയത്തിനകത്ത് സന്തോഷം അണപൊട്ടി ഒഴുകിയിട്ട് അബ്രഹാമിനെ കുറിച്ച് പറയുകയാണ്. അവൻ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, അവൻ ഏകജാതനായൊരു മകനെ ഉണ്ടായിരുന്നുള്ളൂ, അതും വളരെ പ്രായം ഉണ്ടായിട്ട് അവൻ ഉണ്ടായതായിട്ടുള്ളൊരു മകനാണ്, താൻ വളരെ സ്നേഹിക്കുന്ന മകനാണ്, ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും ഞാൻ ചോദിച്ച ഉടനെ തന്നെ അത് തരാനായിട്ട് അവൻ എന്ത് ചെയ്തില്ല, ഒരു മടിയും കാണിച്ചില്ല. കർത്താവ് വളരെ ഹൃദയത്തിനകത്ത് സന്തോഷത്തോടുകൂടെ പറയുക, അവൻ മടി കാണിച്ചില്ല. എന്തുകൊണ്ടാണ്? കർത്താവ് അബ്രഹാമിൻ്റെ ഹൃദയത്തിനകത്തേക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് കഴിയുന്നൊരു കാഴ്ചയുണ്ട്. എന്താണ്? ഹൃദയം മുഴുവനും ഈ കർത്താവിനെ കൊണ്ട് നിറഞ്ഞിരിക്കുക. വീണ്ടും ആ ഉൽപ്പത്തി പുസ്തകം 22-ാമത്തെ അധ്യായം വീണ്ടും താഴേക്ക് വായിച്ചു വരുമ്പോൾ കർത്താവിന് പറഞ്ഞിട്ടും അത് തീരുന്നില്ല. വീണ്ടും കർത്താവ് എടുത്തു പറയുകയാണ്, തൻ്റെ ഏകജാതനായ പുത്രനെ തരുവാൻ അവൻ എന്ത് ചെയ്തില്ല, മടി കാണിച്ചില്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഈ കർത്താവ് നോക്കുവാനായിട്ടിടയായി തീരുമ്പോൾ നമ്മളെക്കുറിച്ച് ഇങ്ങനൊരു സാക്ഷ്യം കർത്താവിന് പറയുവാനായിട്ട് സാധിക്കുമോ? ഹൃദയങ്ങൾ മുഴുവനും ഞാനാണ്, അവൻ്റെ ഹൃദയം മുഴുവനും ഞാനാണ്, അവളുടെ ഹൃദയം മുഴുവനും ഞാനാണെന്ന് ഈ കർത്താവിന് വളരെ സന്തോഷത്തോടുകൂടെ ആവേശത്തോടുകൂടെ പറയുവാനായിട്ട് സാധിക്കുമോ? പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മുടെ സംസാര വിഷയം അത് ഈ കർത്താവ് മാത്രമായിട്ടിരിപ്പാനായിട്ട് ഇടയായി തീരട്ടെ. മറ്റെന്തിലൊക്കെയോ എൻ്റെ സംസാര വിഷയമായി തീരുന്നുവെങ്കിൽ, മറ്റെന്തിലൊക്കെയോ എൻ്റെ ഫോക്കസ് ആയി തീരുന്നുവെങ്കിൽ, എൻ്റെ സംസാര വിഷയം മറ്റെന്തൊക്കെയോ ആകുകയാണെങ്കിൽ ഒന്ന് മനസ്സിലാക്കിക്കൊള്ളണം, എൻ്റെ ആത്മീയ ജീവിതത്തിൽ എവിടെയൊക്കെയോ ഞാൻ വളർന്നുകൊണ്ടേയിരിക്കുക. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവമേ, ഞാൻ കുറയട്ടെ കർത്താവെ. നമ്മൾ പാട്ടുകളിലൂടെ പാടിയതുപോലെ, കർത്താവെ ഞാൻ കുറയട്ടെ, കർത്താവ് എന്നിൽ വളരട്ടെ, കർത്താവ് ഏറ്റവും വളരുവാനായിട്ട് ഇടയായി തീരട്ടെ. നമ്മുടെ സംസാര വിഷയം മുഴുവനും ഈ കർത്താവായിരിക്കുവാനായിട്ട് ഇടയായി തീരട്ടെ. അപ്പോൾ ഒന്നാമതായിട്ട് അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സംസാര വിഷയം മുഴുവനും ഈ കർത്താവായിരുന്നു എന്നുള്ളത് തന്നെയാണ്. രണ്ടാമതായിട്ട് ഈ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ 3-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 3-ാമത്തെ വാക്യം. മതി. അദ്ദേഹം അടുത്തതായിട്ട് അവിടെ അദ്ദേഹം എഴുതി രേഖപ്പെടുത്തിയ മറ്റൊരു വസ്തുത കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, യേശുക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. അദ്ദേഹത്തിൻ്റെ ഏത് ലേഖനങ്ങൾ പരിശോധിക്കുമ്പോഴും ഈ 2 വാക്ക് വളരെ പ്രധാനപ്പെട്ടൊരു വാക്കായിട്ടിരിക്കുക. എവിടെയും അദ്ദേഹത്തിന് പറയുവാനായിട്ടുള്ളൊരു വസ്തുത, കൃപയും സമാധാനവും എന്ത് ചെയ്യണം, ഉണ്ടാകട്ടെ, കൃപയും സമാധാനവും പെരുകട്ടെ. നിങ്ങൾക്ക് ആശീർവാദം പറയുമ്പോഴും പറയും കൃപയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് അദ്ദേഹം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ഇടവിടാതെ ആ കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇവിടെ നമ്മൾ വായിക്കുന്നത് സഭയോടുള്ള ബന്ധത്തിലും വ്യക്തികളോടുള്ള ബന്ധത്തിലും കുടുംബജീവിതത്തോടുള്ള ബന്ധത്തിലുമൊക്കെ ഒരു കാര്യം അദ്ദേഹത്തിന് പറയാനായിട്ടുണ്ട്. കൃപയും സമാധാനവും എന്ത് ചെയ്യണം, ഉണ്ടാകണം. കൃപയും സമാധാനവും ഉണ്ടാകണം, കൃപയും സമാധാനവും പെരുകണം. ഒരു വസ്തുത ഞാനിങ്ങനെ പറയട്ടെ, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും എല്ലായിടങ്ങളിലും, എല്ലാ വ്യക്തിജീവിതങ്ങളിലും, എല്ലാ സഭാജീവിതങ്ങളിലും, കുടുംബജീവിതങ്ങളിലും ഈ കൃപയും സമാധാനവും എന്ത് ചെയ്യണം, പെരുകി വർദ്ധിക്കുവാനായിട്ട് ഇടയായി തീരണം. ഒന്നുറപ്പിക്കട്ടെ, ഈ സമാധാനം നമ്മുടെ മധ്യത്തിൽ അധികമായിട്ട് പെരുകി വരികയാണെങ്കിൽ അതിൻ്റെ ഗുണം എത്ര വലുതായിരിക്കും, അതിൻ്റെ നല്ല ഫലങ്ങളെ എത്രത്തോളം അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കും. എത്രയെത്ര സ്ഥലം സഭകളിൽ പലവിധമായിട്ടുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും വേദനിപ്പിക്കപ്പെടുന്നതായിട്ടുള്ള അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്, അവിടെ എന്തില്ല, ഈ സമാധാനം അതിനകത്തില്ല. അതുകൊണ്ടാണ് വളരെ വേദനയോടുകൂടെ പലരും എനിക്കിങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ എന്നൊക്കെ പറയുവാനായിട്ടിടയായി തീരുന്നത്. എന്തുകൊണ്ടാണെന്നറിയാമോ? സമാധാനം എന്ന് പറയുന്ന സംഭവം പലപ്പോഴും അനുഭവിപ്പാനായിട്ട് സാധിക്കാത്തത് കൊണ്ടാണ്. കുടുംബങ്ങളിൽ നിന്ന് അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നില്ല, സഭകളിൽ നിന്ന് അനുഭവിപ്പാനായിട്ട് സാധിക്കുന്നില്ല. എവിടെയൊക്കെ സമാധാനം വർദ്ധിച്ച് പെരുകിയതായിട്ട് വായിക്കുന്നുണ്ടോ അവിടെയൊക്കെ അനുഗ്രഹീതമായ വേലകളും നടന്നതായിട്ട് വായിക്കുന്നുണ്ട്. പഴയ നിയമത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ സ്വസ്ഥതയുണ്ടായ ചില സന്ദർഭങ്ങളെക്കുറിച്ച് വായിക്കുവാനായിട്ടിടയായി തീരുന്നുണ്ട്. ചില ആളുകളുടെ ഭരണകാലഘട്ടത്തിൽ ആ ദേശത്തിന് ഇത്ര സംവത്സരം സ്വസ്ഥതയുണ്ടായതായിട്ട് വായിക്കുന്നുണ്ട്. ആ സ്വസ്ഥതയുണ്ടായതിൻ്റെ ഫലം എന്താണെന്നറിയാമോ? വായിച്ച് താഴോട്ട് വരുമ്പോൾ ആ കാലയളവിൽ അവരെന്ത് ചെയ്തു എന്നറിയാമോ? മതിലുകൾ പണിതു, കോട്ടകൾ പണിതു,
അങ്ങനെയുള്ള പല സംഭവങ്ങളും പണിതുയർത്തുവാനായിട്ട് ഇടയായി തീർന്നത് ഈ വലിയ സ്വസ്ഥത അവരുടെ നടുവിൽ ഉണ്ടായതായിട്ടുള്ളൊരു കാലഘട്ടത്തിലാണ്. ഒന്നോർപ്പിക്കട്ടെ, പൗലോസിൻ്റെയും പ്രാർത്ഥനാ വിഷയവും പൗലോസ് എല്ലാവരെയും അനുഗ്രഹിക്കുമ്പോഴും പൗലോസിൻ്റെ ആഗ്രഹവും അത് തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ സ്വഭാവം അത് തന്നെയാണ്. എല്ലായിടങ്ങളിലും എന്ത് പെരുകണം? സമാധാനം പെരുകി വരുവാനായിട്ട് ഇടയായി തീരണം. എല്ലായിടങ്ങളിലും സ്വസ്ഥത വർദ്ധിച്ചു വരുവാനായിട്ട് ഇടയായി തീരണം. അങ്ങനെ അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ എല്ലാവരോടും അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരുന്നു, നിങ്ങളുടെ ഇടയിൽ സമാധാനമുണ്ടാകണം, നിങ്ങളുടെ ഇടയിൽ കൃപ പെരുകണമെന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒന്ന് ഓർപ്പിക്കട്ടെ, നമ്മുടെ ജീവിതങ്ങളുടെ ഏതെങ്കിലും ഒരു പോരായ്മ കൊണ്ടൊരിക്കലും ഒരു സ്ഥലം സഭയ്ക്ക് ഒരു സമാധാനക്കേട് ഉണ്ടാകരുതെന്ന് ആരാഗ്രഹിക്കുന്നുണ്ട്? ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് മനസ്സിലായാൻ ചിന്തിക്കുക. നമ്മുടെ ഏതെങ്കിലും ഒരു വിഷയം കൊണ്ട് ഒരു സ്ഥലം സഭയുടെ സമാധാനം ഇല്ലാതാകരുത്, ഞാൻ കാരണം എൻ്റെ സ്ഥലം സഭ സമാധാനമില്ലായ്മയിലേക്ക് പോകരുതെന്ന് ദൈവം വളരെ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആദ്യകാലം മുതൽ തന്നെ പൗലോസിൻ്റെയും ആഗ്രഹം തന്നെയാണ് എല്ലായ്പ്പോഴും പല തെറ്റുകൾ വരുമ്പോഴും പലരെ തിരുത്തുന്നത്, പല സഭകളിലുള്ള തെറ്റുകളെ കാണുമ്പോൾ തിരുത്തുന്നത്, പല വിഷയങ്ങളോടുള്ള ബന്ധത്തിലും പൗലോസ് ഇടപെടുന്നത് എന്തിനാണെന്നറിയാമോ? അവിടെ എപ്പോഴും എന്തുണ്ടാകണം? വലിയ സമാധാനം ഉണ്ടാകണം. ദൈവകൃപ അവർക്കവിടെ കാണുവാനും അനുഭവിച്ചറിയുവാനായിട്ടും ഇടയായി തീരണമെന്നുള്ള സന്തോഷത്തോടു കൂടെ ജീവിക്കുവാനായിട്ട് ഇടയായി തീരുകയാണ്. ഞാനൊന്ന് പറയട്ടെ, നമ്മുടെ ജീവിതങ്ങൾ കാരണം എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ സ്ഥലം സഭകൾക്ക് സമാധാനം നഷ്ടമാകുന്നുണ്ടോ? നമ്മുടെ ജീവിതങ്ങൾ കാരണം ഏതെങ്കിലുമൊക്കെ കുടുംബത്തിൻ്റെ സ്വസ്ഥത നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണോ എങ്കിൽ അത് വളരെ വലിയൊരു പരാജയത്തിൻ്റെ മേഖലയായി ദൈവാത്മാവ് നമ്മെ ചൂണ്ടിക്കാണിക്കുന്നൊരു വസ്തുതയാണ്. പത്രോസിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, പത്രോസ് കർത്താവിനോടുകൂടെ നടന്ന വ്യക്തിയാണ്, കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ ഈ പത്രോസിനെ കുറിച്ച് വായിക്കുന്ന എന്താണെന്നറിയാമോ? പത്രോസ് തന്നെ എഴുതി വെച്ചത് എന്താണെന്നറിയാമോ? പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് എന്താ പറയുവാനായിട്ടിടയായി തീർന്നത്? നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ആരുടെ ജീവിതത്തിലുണ്ടായിരുന്നു? ഈ പത്രോസിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ഇതെല്ലാം പത്രോസിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അനേകരുടെ സ്വസ്ഥത നഷ്ടപ്പെടുത്തി കളയുന്ന, അനേകം സഹോദരന്മാരുടെ സ്വസ്ഥത നഷ്ടപ്പെടുത്തി കളയുന്ന അങ്ങനെയുള്ള ഒരുപാട് സാഹചര്യം ആരുടെ ജീവിതത്തിലുണ്ടായിരുന്നു? ഈ പത്രോസിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. നമ്മൾ വായിക്കുന്നത് പോലെ ദുഷ്ടത ഉണ്ടായിരുന്നില്ലേ? കർത്താവിനെ പിടിക്കാൻ വന്നവൻ്റെ ചെവി എന്ത് ചെയ്തു? വെട്ടി താഴെയിട്ടതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. തീർന്നില്ല, ചതി ഉണ്ടായിരുന്നോ? കർത്താവിനോട് പറഞ്ഞ്, കർത്താവെ ഞാൻ മരിക്കാനും നിന്നോടുകൂടെ തടവിലാകാനും റെഡിയാണെന്ന് പറഞ്ഞവൻ അവസാനം പറയുകയാണ്, അവസാനം അവനെ കാണാൻ പോലുമില്ല. അപ്പോൾ ആ ചതിയുണ്ട്. പിന്നെ നമ്മൾ വായിക്കുന്നുണ്ട് വ്യാജഭാവം. കർത്താവിൻ്റെ ആ ക്രൂശീകരണ സമയത്ത് അദ്ദേഹത്തോട് വന്ന ഒരാൾ ചോദിക്കുകയാണ്, എന്താ നീയും ഇന്ന ആളിനോട് കൂടെ നടന്ന ആളല്ലോ? അപ്പോൾ പറയുന്നത് എന്താ? എനിക്ക് അദ്ദേഹത്തെ അറിയത്തുപോലുമില്ല. വ്യാജഭാവം ഉണ്ടായിരുന്നു. വീണ്ടും നമ്മൾ വായിക്കുന്നുണ്ട് അസൂയ ഉണ്ടായിരുന്നില്ലേ? യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാമത്തെ അധ്യായം എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ആ ഭാഗത്തെവിടെയോ ഒരു വാക്കിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്താ? പത്രോസ് ഇന്നതാകുമെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ ഉടനെ പത്രോസ് ചോദിക്കുന്നത് എന്താണെന്നായിരുന്നു? ഇവൻ എന്താകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസൂയ എന്ന് പറയുന്ന സാധനവും ആ മനുഷ്യനുണ്ടായിരുന്നു. വീണ്ടും നമ്മൾ വായിക്കുന്നുണ്ട് എല്ലാ നുണയും നീക്കിക്കളഞ്ഞ്. നുണ ഉണ്ടായിരുന്നോ? എത്ര നുണയായി കർത്താവിനോട് പറഞ്ഞത്, കർത്താവിനോട് എത്ര പ്രോമിസാണ് വെച്ചത്. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും വലിയ ആത്മീയ പ്രശ്നം അനുഭവിച്ച വ്യക്തി ആര്? പത്രോസ്. പത്രോസിനൊരു കാര്യം മനസ്സിലായി, എൻ്റെ ഈ ജീവിതം കൊണ്ട് പലപ്പോഴും സമാധാനം നഷ്ടമാകുന്നുണ്ട്, പലർക്കും അതൊരു പ്രയാസത്തിന് കാരണമാകുന്നുണ്ട്. എൻ്റെ കർത്താവിനത് പ്രയാസത്തിന് കാരണമായി, എന്നോട് കൂടെ നടക്കുന്ന കൂട്ടസഹോദരന്മാർക്ക് അതൊരു പ്രശ്നത്തിന് കാരണമായി. എന്നാൽ ജീവിതത്തിൽ വലിയൊരു രൂപാന്തരം ഉണ്ടായതിന് ശേഷം ഇന്ന് അദ്ദേഹം പറയുകയാണ്, ഇതെല്ലാം നീക്കിക്കളഞ്ഞിട്ട് വേണം വചനമെന്നില്ല മായമില്ലാത്ത പാൽ കുടിക്കാൻ വാഞ്ചിക്കേണ്ടത്. ഞാനൊന്ന് പറയട്ടെ പ്രിയമുള്ളവരെ, നമുക്ക് ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാമോ? ദൈവമേ, ഞങ്ങളുടെ സ്ഥലം സഭകളിൽ സമാധാനം വർദ്ധിച്ചു വരുവാനായിട്ടിടയായി തീരണമേ. കുടുംബങ്ങളിൽ സമാധാനം വർദ്ധിച്ചു വരുവാനായിട്ടിടയായി തീരണമേ. ഞാൻ കാരണം ഒരു കാരണവശാലും കുടുംബങ്ങളുടെ, വ്യക്തികളുടെ, സ്ഥലം സഭകളുടെ സമാധാനം നഷ്ടമാകുവാൻ ഇടയായി തീരരുതേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ മുമ്പോട്ട് പോകുവാനായിട്ട് ഇടയായി തീരട്ടെ. പ്രിയമുള്ളവരെ, സമാധാനം നഷ്ടമാകുന്ന മറ്റൊരു കാരണം കൂടെ ഞാൻ വളരെ വേഗത്തിൽ കാണിച്ചിട്ട് ഞാൻ അടുത്ത ഭാഗത്തേക്ക് പോകുവാനായിട്ട് ആഗ്രഹിക്കുക. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് ഒന്ന് കടന്നു വരാം. ഉൽപ്പത്തി പുസ്തകം 37-ാമത്തെ അധ്യായം
അതിൻ്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 4-ാമത്തെ വാക്യം. മതി. അവിടെ സമാധാനം നഷ്ടമാക്കുന്നൊരു വസ്തുതയെക്കുറിച്ച് എഴുതി രേഖപ്പെടുത്തുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്താ, ഈ വിഷയമൊക്കെ നമുക്കറിയാവുന്നതാണ്. യോസേഫിനെ അധികമായിട്ട് അപ്പൻ സ്നേഹിക്കുന്നു എന്നൊക്കെ കണ്ട് സഹോദരന്മാർ അവനെ പകച്ചതായിട്ട് നമ്മൾ വായിക്കുകയാണ്. ഞാൻ പറയട്ടെ, ഈ സഹോദരനോട്, അതായത് യോസേഫിനോട് പകയുണ്ടായി, അദ്ദേഹത്തെ പകയ്ക്കുകയാണ്. പകച്ചു കഴിഞ്ഞ ഉടനെ നമ്മൾ വായിക്കുന്ന പദം എന്താണെന്ന് നോക്കിക്കേ, അവനോട് സമാധാനമായി സംസാരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഒരു വസ്തുത ഇങ്ങനെ ഓർപ്പിക്കട്ടെ, സഹോദരന്മാരെ നമ്മൾ ഇന്നും പകയ്ക്കുകയാണെങ്കിൽ സമാധാനമായിട്ട് അവരോടൊരു വാക്കുപോലും സംസാരിക്കാൻ കഴിയുകയില്ല. സഹോദരന്മാരെ എന്നും പകച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അവരെ സ്നേഹിക്കാതിരിക്കുകയാണെങ്കിൽ അതിനർത്ഥം പറഞ്ഞിരിക്കുകയാണ് അവരോടൊന്ന് സമാധാനമായിട്ട് ഇടപെടാൻ പോലും കഴിയുന്നില്ല. അങ്ങനെയാണെന്ന് പറയട്ടെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ പ്രശ്നം ഇതാണോ? സഹോദരന്മാരെ സ്നേഹിക്കുവാനായിട്ട് പറഞ്ഞിരിക്കുമ്പോൾ ഞാൻ അവരെ പകയ്ക്കുകയാണോ? അവരോട് അസൂയ തോന്നുകയാണോ? അവരോട് വിദ്വേഷം വെച്ച് പുലർത്തുകയാണോ? എങ്കിൽ ഇന്ന് എനിക്ക് സമാധാനമായിട്ട് അവരോട് സംസാരിക്കാൻ പോലും സാധിക്കുകയില്ല. ഈ പക വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ട് വന്നിരിക്കുക നമ്മൾ വായിച്ചത്. ഒന്ന് സമാധാനമായിട്ട് സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല. പക്ഷേ യോസേഫിനെ കുറിച്ച് എന്താ വായിക്കുന്നതെന്ന് അറിയാമോ? യോസേഫിനെ കുറിച്ച് നാളുകൾ കഴിഞ്ഞപ്പോഴും ഈ യോസേഫിൻ്റെ ഹൃദയം ദൈവത്തോട് നേരെയുള്ളതായിരുന്നത് കൊണ്ട്, സഹോദരന്മാരോട് നേരെയുള്ളതായിരുന്നത് കൊണ്ട്, സഹോദരന്മാർ ഒട്ടും പകയ്ക്കാത്തത് കൊണ്ട്, സഹോദരന്മാരോട് അസൂയ തോന്നാത്തത് കൊണ്ട്, സഹോദരന്മാരോട് വിദ്വേഷം തോന്നാത്തത് കൊണ്ട് അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയാമോ? ഭയപ്പെടരുത്, നിങ്ങൾക്ക് സമാധാനം. നിങ്ങൾ വായിച്ച് ആ ഉൽപ്പത്തി പുസ്തകം വായിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ആ വിഷയം നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. കാരണം എന്താ? അദ്ദേഹത്തിന് തൻ്റെ ശത്രുക്കളോടും സമാധാനപരമായിട്ട് സംസാരിക്കാനായിട്ട് സാധിച്ചു. എന്തുകൊണ്ടാണെന്നറിയാമോ? സഹോദരനെ പകച്ചില്ല. അവരൊത്തിരി പകച്ചെങ്കിലും ഒത്തിരി അസൂയപ്പെട്ടെങ്കിലും പകയ്ക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നില്ല. പ്രിയമുള്ളവരെ, സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, സമാധാനം വരുത്തുന്നവരായിട്ടിരിക്കുവാൻ വലിയവനായിട്ടുള്ള ദൈവം നമ്മെ ഓരോരുത്തരെയും ധാരാളമായിട്ട് സഹായിക്കുമാറാകട്ടെ. അപ്പോൾ ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞത് പൗലോസിൻ്റെ സംസാര വിഷയം മുഴുവനും കർത്താവായിരുന്നു എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞത് പൗലോസിൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവും ഒക്കെ ഇതുതന്നെയായിരുന്നു, കൃപയും സമാധാനവും ഉണ്ടാകണമെന്നുള്ളതാണ്. മൂന്നാമതായിട്ട് 1-ാമത്തെ അധ്യായത്തിൻ്റെ തന്നെ 4-ാമത്തെ വാക്യം വായിക്കാം. 4-ാമത്തെ വാക്യം. മതി. അവിടെ നിന്ന് 2 ആശയങ്ങൾ മാത്രം ഞാനിങ്ങനെ അടർത്തിയെടുക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ പ്രാരംഭത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: കർത്താവായ യേശുവിനോടും സകല വിശുദ്ധന്മാരോടും നിനക്കുള്ള സ്നേഹത്തെയും വിശ്വാസത്തെയും കുറിച്ച് കേട്ടിട്ട് ഞാൻ താഴോട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ 2 ആശയം മാത്രം ഞാൻ അടർത്തിയെടുത്തിട്ട് അതിൻ്റെ അവസാന ഭാഗത്തേക്ക് പോകുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുകയാണ്: നിന്നെ ഓർത്ത് എപ്പോഴും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ്റെ ആത്മീയമായിട്ടുള്ള നല്ല ഗുണഗണങ്ങളെ കാണുമ്പോൾ പൗലോസ് പറയുകയാണ്, ദൈവമേ അങ്ങേക്ക് സ്തോത്രം. അദ്ദേഹത്തിൻ്റെ നല്ല ആത്മീയ വശങ്ങളെ കാണുമ്പോൾ, അദ്ദേഹം വെച്ച് പുലർത്തുന്ന ആത്മീയമായിട്ടുള്ള നല്ല കാര്യങ്ങളെ കാണുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടെ ഈ ദൈവത്തെ എന്ത് ചെയ്യുകയാണ്? സ്തോത്രം ചെയ്യുകയാണ്. ഒന്ന് പറയട്ടെ, അദ്ദേഹത്തിൻ്റെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്വഭാവമായിട്ടിരിക്കുക. ആരോടും അസൂയപ്പെടാതെ, ആരുടെയും കൃപാവരവും കഴിവും അവരുടെ ആത്മീയ നന്മയും കണ്ട് അസൂയപ്പെടാതെ അദ്ദേഹം ചെയ്യുന്ന ഒറ്റ കാര്യം, ദൈവമേ ഇങ്ങനെ ഒരു സഹോദരൻ ഞങ്ങൾക്കുണ്ടല്ലോ, അതേ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. ദൈവമേ ഇങ്ങനെ വചനം വിഭാഗിച്ച് തരുന്ന ചിലർ ഞങ്ങളുടെ മധ്യത്തിലുണ്ടല്ലോ, അത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം. ദൈവമേ ഇങ്ങനെ പാടാൻ കഴിവുള്ള ചിലർ ഞങ്ങളുടെ ഇടയിലുണ്ടല്ലോ കർത്താവേ, അത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം. ദൈവമേ വിശുദ്ധന്മാരെ സ്നേഹിക്കുന്ന, അവരെ ആദരിക്കുന്ന ചിലരുണ്ടല്ലോ കർത്താവേ, അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഉള്ളങ്ങളിലും ഈ സ്തുതി സ്തോത്രം എപ്പോഴും നമ്മുടെ കർത്താവിന് ആയിരിക്കുവാൻ തക്കവണ്ണം വലിയവനായിട്ടുള്ള ദൈവം നമ്മെ ധാരാളമായിട്ട് സഹായിക്കുമാറാകട്ടെ. ഇങ്ങനെ മറ്റുള്ളവരുടെ ആത്മീയ നന്മകളെ കണ്ടിട്ട്, മറ്റുള്ളവരുടെ ആത്മീയമായ നല്ല ക്വാളിറ്റീസ് കണ്ടിട്ട് ദൈവത്തെ സ്തുതിക്കുവാനായിട്ടിടയായിത്തീരുന്നത് ദൈവസന്നിധിയിൽ ഏറ്റവും പ്രസാദകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ തന്നെ ഞാൻ വേറൊരു ഭാഗം കൂടെ പറയാം.
അവരെ ഓർത്ത് നമ്മൾ ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് ഇടയായി തീരുമ്പോൾ തന്നെ നമ്മെ കാണുന്നവർക്കും ദൈവത്തെ സ്തുതിക്കാനായിട്ട് സാധിക്കണം. നമ്മെ കാണുന്നവർക്കും ദൈവമേ ഇന്ന സഹോദരനെ ഓർത്ത്, ഇന്ന സഹോദരിയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം, ഇന്ന ആത്മീയ ക്വാളിറ്റീസ് അദ്ദേഹത്തിനുണ്ടല്ലോ എന്ന് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനായിട്ട് സാധിക്കണമെന്നുള്ളതാണ്. അടുത്തതായിട്ട് അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് 1-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കാം. 10-ാമത്തെ വാക്യം. മതി. അവിടെ നമ്മൾ ഒനേസിമോസിന് വേണ്ടിയിട്ട് പൗലോസ് അപേക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. പൗലോസിന് ആജ്ഞാപിക്കാനായിട്ടുള്ള അധികാരമുണ്ടെങ്കിലും നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, അപേക്ഷിക്കുക അത്രേ ചെയ്യുന്നത്. ഞാനൊന്ന് പറയട്ടെ, ഒരു സഹോദരനോടുള്ള ബന്ധത്തിൽ എത്ര ഹൃദയപരമാർത്ഥതയോടുകൂടെയാണ് അദ്ദേഹം ഇടപെട്ടതെന്ന് നോക്കിക്കേ. ഒരു സഹോദരൻ രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് വന്നപ്പോൾ വളരെ ഹൃദയപരമാർത്ഥതയോടുകൂടി ആ സഹോദരന് വേണ്ടി എന്ത് ചെയ്യുകയാണ്? ഇടപെടുവാനായിട്ട് ഇടയായി തീർന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീയ ക്വാളിറ്റി ആയിട്ട് അതിരിക്കുക. ആ സഹോദരന് വേണ്ടിയിട്ട് ഹൃദയപരമാർത്ഥതയോടുകൂടെ കാര്യങ്ങളെ ചെയ്യുന്നു. വേണമെങ്കിൽ ഒനേസിമോസിനോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നീ അവിടെ പോയാൽ മതി, എൻ്റെ പേരൊക്കെ പറഞ്ഞാൽ മതി, നിന്നെ അവിടെ എടുക്കും എന്നൊക്കെ വേണമെങ്കിൽ പറയാമായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നുമല്ല. ആ സഹോദരന് വേണ്ടിയിട്ട് എനിക്ക് എത്രത്തോളം കാര്യം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഞാൻ എന്ത് ചെയ്യും. അതാ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഒരുത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? അപേക്ഷിക്കുകയാണ്. ഇതെൻ്റെ റിക്വസ്റ്റാണ്. എനിക്ക് ആജ്ഞാപിക്കാനായിട്ട് സാധിക്കുമെങ്കിലും ഇതെൻ്റെ അപേക്ഷയായിട്ട് ഞാൻ നൽകുകയാണ്. ഒന്ന് പറയട്ടെ, നമുക്ക് നമ്മുടെ സഹോദരങ്ങളോട് ഹൃദയപരമാർത്ഥത വെച്ച് പുലർത്തുവാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയതായിട്ടുള്ളൊരു കാര്യമാണ്. വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും വളരെ ഹൃദയപരമാർത്ഥതയോടുകൂടെ ഒരാളോട് ഇടപെടാനായിട്ട് കഴിഞ്ഞാൽ, ഒരു സഹോദരിയോടുള്ള ബന്ധത്തിൽ, സഹോദരനോടുള്ള ബന്ധത്തിൽ ഹൃദയപരമാർത്ഥതയോടുകൂടെ ഇടപെടുവാനായിട്ട് സാധിക്കുന്നത് ഏറെ നല്ലതാണ്. ഞാൻ നേരത്തെ യോസേഫിൻ്റെ കാര്യം പറഞ്ഞതുപോലെ, യോസേഫിനോട് തൻ്റെ പിതാവ് പറഞ്ഞു, നമ്മൾ ആ ഭാഗം വായിച്ചതായിട്ട് വരുമ്പോൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, നിൻ്റെ സഹോദരന്മാരുടെ ക്ഷേമം പോയി നീ എന്ത് ചെയ്യണം? അന്വേഷിച്ചിട്ട് വരണം എന്ന് പറഞ്ഞ ഉടനെ ഈ അദ്ദേഹം എന്താ പറഞ്ഞതെന്നറിയാമോ? ഞാൻ പോകാം. ഈ യോസേഫിന് ഒരു കാര്യം നന്നായിട്ടറിയാം, എന്നെ കടിച്ചു കീറാൻ നിൽക്കുന്ന സഹോദരന്മാരാണ് അവിടെ ഉള്ളത്. അവന്മാരുടെ അരികിലേക്ക് പോയി കഴിഞ്ഞാൽ സർപ്പത്തിൻ്റെ സ്വഭാവമുള്ളവന്മാരുണ്ട്, കാട്ടുകഴുതയുടെ സ്വഭാവമുള്ളവന്മാരുണ്ട്, സിംഹത്തിൻ്റെ സ്വഭാവമുള്ളവന്മാരുണ്ട്, ഇവരെല്ലാം ഉണ്ട്. പക്ഷേ തൻ്റെ സഹോദരന്മാരോട് ഹൃദയപരമാർത്ഥതയോടുകൂടെ ഇടപെടാനായിട്ട് അദ്ദേഹം ആഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ്, അവരിനി എന്നെ കൊന്നാലും കുഴപ്പമില്ല, ഞാൻ എന്ത് ചെയ്തോളാം, ഞാൻ പൊക്കമുള്ളൂ, അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ സഹോദരന്മാരോട്, സഹോദരിമാരോട് ഹൃദയപരമാർത്ഥതയോടുകൂടെ ഇടപെടുവാനായിട്ട് വലിയവനായിട്ടുള്ള ദൈവം നമ്മെ ധാരാളമായിട്ട് സഹായിക്കുമാറാകട്ടെ. തന്നെ കൊല്ലാനായിട്ട് നിൽക്കുന്ന ആ ഒരു ഹൃദയവുമായിട്ട് ജീവിക്കുന്ന സഹോദരന്മാരോടുള്ള ബന്ധത്തിൽ ദുഷ്ടൻ്റെ ഹൃദയം, സദൃശവാക്യം നമ്മൾ വായിക്കുന്ന ദുഷ്ടൻ്റെ ഹൃദയം ക്രൂരമത്രയെന്ന് വായിക്കുക. അങ്ങനെയുള്ളവരുടെ നടുവിലേക്കും അദ്ദേഹത്തിന് പോകാനായിട്ട് ഇടയായിത്തീർന്നത് സഹോദരന്മാരോട് ഹൃദയപരമാർത്ഥതയായിട്ട് ഇടപെടുവാനായിട്ട് അദ്ദേഹം താല്പര്യപ്പെട്ടതുകൊണ്ടാണ്. ഒരു വസ്തുത കൂടെ പറഞ്ഞ് എനിക്ക് നൽകിയ സമയത്തിനുള്ളിൽ ഈ സന്ദേശം അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവസാനമായിട്ട് പൗലോസിൻ്റെ മറ്റൊരു സ്വഭാവ സവിശേഷത നമ്മൾ വായിക്കുന്നത് ഈ 1-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 11-ാമത്തെ വാക്യം. കൂടെ അതിൻ്റെ 16 കൂടെ വായിക്കാം. മതി. അടുത്തതായിട്ട് പൗലോസിൻ്റെ മറ്റൊരു വളരെ വിശേഷപ്പെട്ട ഒരു സ്വഭാവ സവിശേഷത നമ്മളവിടെ കാണുകയാണ്. എന്താണെന്നറിയാമോ? ഒരു സഹോദരൻ പുതുതായി രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് വന്നു. ആ സഹോദരൻ്റെ ഇന്നലെ വരെയുള്ള ജീവിതം പരിശോധിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒറ്റ വാക്കിൽ നമ്മൾ വിളിക്കും, കള്ളനായിരുന്നു. ഇല്ലേ? കള്ളനായിരുന്നു. ആ കള്ളനായിരുന്നവൻ രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് വന്നതേ ഉള്ളൂ. ഉടനെ പൗലോസ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന വാക്കെന്താണെന്നറിയാമോ? ഇന്നലെ വരെ അവൻ പ്രയോജനമില്ലാത്തവനായിരുന്നു, ഇന്ന് നിനക്കും എനിക്കും പ്രയോജനമുള്ളവനാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത വാക്യം എന്താണെന്നറിയാമോ?
അവൻ എനിക്ക് പ്രാണപ്രിയനാണ്. അവൻ എനിക്ക് പ്രാണപ്രിയനാണ്. തീർന്നില്ല. 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത് അവൻ പ്രിയ സഹോദരനാണ്. കുറച്ച് ദിവസം മുമ്പ് വരെ കള്ളനായിട്ട് ജീവിച്ചവൻ ഇതാ പൗലോസിൻ്റെ ശുശ്രൂഷയിലൂടെ മുമ്പോട്ട് വന്നു കഴിഞ്ഞപ്പോൾ, ഒരു പുതിയ സഹോദരൻ മുമ്പോട്ട് വന്നു കഴിഞ്ഞപ്പോൾ പറയുകയാണ്, ഇവൻ എനിക്ക് എങ്ങനെയുള്ളവനാണ്? പ്രാണപ്രിയനാണ്. ഒരു പ്യുവർ പ്രാക്ടിക്കലായിട്ടൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഇങ്ങനെ ഒരാൾ നമ്മുടെ മധ്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വാ കൊണ്ട് പറയുമെങ്കിലും ഹൃദയത്തിനകത്തൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ചിന്ത എന്തായിരിക്കാം? കൊല ചെയ്ത ആളാണെങ്കിൽ അയ്യോ നമുക്ക് ഭയങ്കര ഭയമായിരിക്കും ചിലപ്പോൾ. ഇന്നലെ വരെ കൊല ചെയ്ത് നടന്ന ആളാണ്. ഞാൻ പറയട്ടെ, പൗലോസിന് അങ്ങനെ ഒരു ഭയം ഇല്ല. ആ പുതിയ സഹോദരൻ മുമ്പോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആ സഹോദരന് വേണ്ടി എന്ത് ചെയ്യാനായിട്ട് സാധിക്കുമോ അത് മുഴുവനും ചെയ്തിട്ട് പറയുകയാണ്, എന്താ? അവൻ എനിക്ക് പ്രാണപ്രിയനാണ്, പ്രിയ സഹോദരനാണ്, പ്രാണപ്രിയനാണ്, പ്രിയ സഹോദരനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ സഹോദരന്മാരോടുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും കരുതലും വളരെ വലുതായിരുന്നു. പുതിയ സഹോദരന്മാരോടുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും കരുതലും അത് വളരെ വലുതായിരുന്നു. നമ്മുടെ ജീവിതങ്ങളിൽ പ്രിയമുള്ളവരെ, നമുക്ക് ഇങ്ങനെ പുതിയ സഹോദരന്മാരോടുള്ള കാഴ്ചപ്പാടും കരുതലുമൊക്കെ വളരെ വലുതായിട്ടിരിക്കുവാനായിട്ട് ഇടയായി തീരട്ടെ. അങ്ങനെ ഒരു കാഴ്ചപ്പാടോടുകൂടെ കരുതലോടുകൂടെ നമുക്കെല്ലാവർക്കും സ്ഥലം സഭകളിൽ പലരെയും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നെങ്കിൽ പിന്നത്തേതിൽ അവർ ദൈവത്തിന് വളരെ പ്രയോജനപ്പെടുവാനായിട്ടിടയായി തീരും. ഇവിടെ ഇതാ ഒരു കള്ളം മുമ്പോട്ട് വന്നു കഴിഞ്ഞപ്പോൾ പറയുകയാണ്, അവൻ പ്രാണപ്രിയനാണ്. പ്രിയമുള്ളവരെ, അദ്ദേഹം മുമ്പോട്ട് വന്നു കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ പുറത്ത് കുറേ ഭാരമെടുത്ത് കയറ്റിയിട്ട് പൗലോസിനെ ശുശ്രൂഷിക്കാനും ആക്കിയിട്ട് അങ്ങനെ ഭാരങ്ങളെ കൊണ്ട് നിറച്ച് അദ്ദേഹത്തിനെ എങ്ങനെയെങ്കിലുമൊക്കെ നശിപ്പിച്ച് കളയണമെന്നല്ല പൗലോസ് ചിന്തിച്ചത്. പിന്നെയോ ഭാരം അധികമൊന്നും ചുമത്താതെ എവിടെയാണോ ആപ്റ്റായിട്ടുള്ളൊരു സ്ഥലം അവിടെ ആക്കിയിട്ട് അവൻ നിനക്കും പ്രാണപ്രിയനാണ്, അവൻ നിനക്കും ഏറ്റവും പ്രിയ സഹോദരനാണെന്നുള്ള കരുതലോടുകൂടെ നീ ഇരിക്കണമെന്ന് ഫിലേമോനോട് എന്ത് ചെയ്യുകയാണ്? പറഞ്ഞു കൊടുക്കുവാനായിട്ടിടയായി തീരുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കും പുതിയ സഹോദരന്മാരെ കുറിച്ചുള്ള വലിയ കാഴ്ചപ്പാടും വലിയ കരുതലുമുള്ളവരായിട്ട് ജീവിക്കുവാനായിട്ട് ഇടയായി തീരട്ടെ. വലിയ ഭാരങ്ങൾ ചുമത്തി പുതിയ സഹോദരന്മാരെ, പുതിയ സഹോദരിമാരെ, പുതിയ ആളുകളെ ഭാരം ചുമത്തി തറയിൽ തള്ളിയിടാതെ നമുക്കവരെ താങ്ങുവാനായിട്ട്, പ്രാണപ്രിയരായിട്ട് കരുതുവാനായിട്ട്, അവർ ഏറ്റവും പ്രിയ സഹോദരങ്ങളായിട്ട് കരുതുവാനായിട്ട് വലിയവനായിട്ടുള്ള ദൈവം നമ്മെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. യാക്കോബിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഇതിനോടുള്ള ബന്ധത്തിലൊരു ആശയം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അദ്ദേഹം കുഞ്ഞാടുകളുമായിട്ട് നടന്നു വരുമ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയാമോ? അവർ നന്ന ഇളയ കുട്ടികളാണ് അവർ. വീണ്ടും പറയുകയാണ്, അവർ അധികമായിട്ട് ഓട്ടിച്ചു കഴിഞ്ഞാൽ, ഒരു ദിവസം കൂടെ അധികമായിട്ട് ഓട്ടിച്ചു കഴിഞ്ഞാൽ അവർ ചത്തുപോകും. വീണ്ടും അടുത്ത ഭാഗം പറയുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഞാൻ അവരെ പ്രാപ്തി പോലെ എന്ത് ചെയ്തുകൊണ്ട് കൊള്ളാം? നടത്തി കൊണ്ടുവന്ന് കൊള്ളാം. ഇതേ ആശയം ഞാൻ മനസ്സിലാക്കുകയാണ് പൗലോസ് എന്ത് ചെയ്തു? ജീവിതകാലം മുഴുവനും സൂക്ഷിക്കുവാനായിട്ട് ഇടയായി തീർന്നു എന്നുള്ളതാണ്. പുതിയ സഹോദരന്മാരോടുള്ള കരുതലും കാഴ്ചപ്പാടുമുള്ളവരായി, ഭാരങ്ങൾ എടുത്തു വയ്ക്കുന്നവരായിട്ടല്ല, അവരെ ഭാരങ്ങളും കൂടെ ചുമക്കുന്നവനായിട്ട്, പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കുന്നവനായിട്ട് നമ്മൾ വായിക്കുന്നത് പോലെ അവനും കൂടെ വേണ്ടിയിട്ട് അപേക്ഷിക്കാനായിട്ട് പോകുന്നതായിട്ട് നമ്മൾ വായിക്കുകയാണല്ലോ. വരും ദിവസങ്ങളിൽ പൗലോസിൻ്റേതായുള്ള ഈ സ്വഭാവ സവിശേഷതകൾ നമുക്ക് അതൊരു പ്രസംഗ വിഷയമായിട്ട് മാത്രം മാറാതെ, നമ്മൾ തമ്മിൽ ഷെയർ ചെയ്യുന്നൊരു വിഷയം മാത്രമായിട്ട് മാറാതെ, നമ്മുടെ ആത്മീയ ജീവിതത്തിനും അത് ഗുണകരമായി തീരുവാൻ വലിയവനായിട്ടുള്ള ദൈവം നമ്മെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. ദൈവനാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇങ്ങനെ ഈ നിലയിലൊരു അവസരം നൽകിയ എല്ലാ പ്രിയമുള്ളവരോടുമുള്ള നന്ദിയും ഈ സമയം അറിയിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചനത്തിൽ നിന്ന് അനുഗ്രഹീതമായ ആലോചനകൾ നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പൗലോസിൻ്റെ ജീവിതത്തിൽ നിന്ന് അനേക പാഠങ്ങൾ നമുക്ക് ഇന്നും ദൈവാത്മാവ് നമുക്ക് കേൾക്കുവാനായിട്ട് നമ്മെ സഹായിച്ചു. പ്രത്യേകിച്ച് പൗലോസിൻ്റെ സ്വഭാവ സവിശേഷതകൾ അത് നമുക്ക് വളരെ മാതൃകയായിട്ടിരിക്കുന്നു, നമുക്ക് അനുകരിക്കുവാൻ കൊള്ളാവുന്ന മാതൃകയായിട്ടിരിക്കുന്നു. പ്രത്യേകാൽ അപ്പോസ്തലനായ പൗലോസ് അനേകർക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. യാതൊരു അസൂയയും വിദ്വേഷവും കൂടാതെ എല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്ന ഒരു നല്ല സ്വഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആരോടും പകവയ്ക്കാതെ എല്ലാവരോടും സമാധാനം ആചരിക്കുന്ന അപ്പോസ്തലനായ പൗലോസിനെ ഇന്നും നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. എല്ലാവർക്കും വേണ്ടി അപേക്ഷിക്കുന്ന, കൂട്ടു സഹോദരന്മാർക്ക് വേണ്ടി അപേക്ഷിക്കുന്ന,
ആ കള്ളനായ ഓനേസിമോസിന് വേണ്ടി അപേക്ഷിക്കുന്ന ആ പൗലോസിനെ കാണുവാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ കൂട്ടു സഹോദരന്മാരെ വളരെ സ്നേഹിക്കുന്ന, കരുതുന്ന ആ പൗലോസിനെ നമുക്ക് ഇന്ന് കാണാനായിട്ട് സാധിച്ചു. വളരെ അനുഗ്രഹീതമായ ഒരു ഗുണവിശേഷങ്ങളാണ് പൗലോസിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ വിധത്തിൽ നമുക്ക് വരുന്ന ആളുകളിൽ ഈ കാര്യങ്ങളൊക്കെ അനുകരിച്ചുകൊണ്ട് വളരെ മാതൃകാപരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാനായിട്ട് ദൈവം നമ്മളെല്ലാവരും സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ വചന ശുശ്രൂഷ നിർവഹിച്ച പ്രിയ കർദാസൻ ഷിബിൻ ചിറ്റിക്കോണത്തുള്ള നന്ദിയെ ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. വരുന്ന ആളുകളിലും ദൈവം പ്രിയ സഹോദരനെ ധാരാളമായിട്ട് എടുത്തുപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഗാനങ്ങൾ ആലപിച്ച പ്രിയ സന്തോഷ് ചാനോടും അതുപോലെ തന്നെ അക്സയോടുള്ള നന്ദിയെ ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. TBFൻ്റെ വിവിധ ശുശ്രൂഷകളെ ഓർത്ത് നിങ്ങൾ കഴിഞ്ഞ നാളുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. തുടർന്നും നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. അനേക ശുശ്രൂഷകൾ ഈ നാളുകൾ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് അവസാനിപ്പിക്കുവാനായിട്ട് പ്രിയ ജെയിംസ് വർഗീസ് അങ്കിളിനെ ഞാൻ ക്ഷണിക്കുകയാണ്. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, ഈ സായനത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്കിങ്ങനെ നിൻ്റെ സന്നിധിയിൽ വരുവാനും കർത്താവെ പാട്ടുകൾ പാടി ആശ്വസിപ്പാനും അങ്ങേ പൊഴുത്തുവാനും ഒക്കെ ഇടയാക്കി ഞങ്ങളുടെ ജീവിതത്തെ കർത്താവെ പാട്ടുകളിലൂടെയും സബ്മിറ്റ് ചെയ്യാനായിട്ട് സമർപ്പിക്കാനൊക്കെ ഇടയാക്കിയതിനായിട്ട് സ്തോത്രം. അതിനുശേഷം കർത്താവെ നിൻ്റെ വചനത്തിൽ നിന്നുള്ള കർത്താവെ വിലയേറിയ വിഷയങ്ങൾ ഞങ്ങൾ ചിന്തിക്കാനായിട്ട് ഇടയായി. പൗലോസ് അപ്പോസ്തലൻ്റെ കർത്താവെ കത്തുകളിലൂടെ കർത്താവെ വെളിപ്പെട്ട് വരുന്ന തൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച്, തൻ്റെ ആത്മീക ഗുണവിശേഷങ്ങളെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവെ എന്തു പറഞ്ഞാലും എങ്ങനെ വന്നാലും ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാൻ മാത്രം ഇഷ്ടപ്പെടുന്ന, ദൈവിക കാര്യങ്ങൾ മാത്രം ചിന്തിക്കാൻ ഇഷ്ടപ്പെടുന്ന അപ്പോസ്തലൻ്റെ ആ സ്വഭാവത്തെക്കുറിച്ച്, അതുപോലെ കൃപയെക്കുറിച്ചും കർത്താവെ സമാധാനത്തെക്കുറിച്ചുമുള്ള തൻ്റെ കർത്താവെ ആ വലിയ ആവേശത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മാത്രമല്ല കർത്താവെ മറ്റുള്ളവരുടെ ആത്മീക ഉന്നതി, ആത്മീകമായിട്ട് മറ്റുള്ളവരുടെ കൃപാദാനങ്ങൾ കർത്താവെ തൻ്റെ ഏറ്റവും വലിയ വിഷയവും പ്രശംസാ വിഷയവുമായിരുന്നു എങ്ങനെയാണ് എന്നൊക്കെ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവെ ഒനേസിമോസിനെ പോലുള്ള ഒരു പുതിയ ശിഷ്യനെക്കുറിച്ചുള്ള തൻ്റെ ഹൃദയത്തിൻ്റെ വാഞ്ചയും കരുതലും ഒക്കെ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിതത്തിലെ ഗുണവിശേഷങ്ങൾ ഞങ്ങളെയും സ്വാധീനിക്കുവാനായിട്ട്, അത് ഞങ്ങളുടെ പ്രവർത്തനങ്ങളെയും ഞങ്ങളുടെ കോണ്ടക്റ്റിനെയും ഞങ്ങളുടെ സ്വഭാവത്തെയും ഒക്കെ നിയന്ത്രിക്കാനായിട്ട് ഇടയായെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഞങ്ങൾ ഓർക്കുന്നു. ഇന്ന് ക്രിസ്തീയ മേഖല വളരെ കലുഷിതമാണല്ലോ. അന്യോന്യമുള്ള അസൂയയും പകയും പിണക്കും ചെയ്യേണ്ട ചുമതലകൾ ചെയ്യുന്നതിലുള്ള പരാജയമൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട്. എന്നാൽ അതിനിടയ്ക്ക് ഒരു തിളങ്ങുന്ന നക്ഷത്രമായിട്ട് ഇതുപോലെയുള്ള ദിവ്യമായ ഉദാഹരണങ്ങൾ നീ വേദപുസ്തകത്തിലൂടെ ഞങ്ങൾക്ക് അനുദിനമെന്നോണം കാണിച്ചു തരുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളും ഈ കാര്യങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് കേൾക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് ശിക്ഷാവിധിക്കിടയാകാതെ വണ്ണം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ നീ ഞങ്ങളെല്ലാവരെയും സഹായിക്കണം, നടത്തണമേ. പ്രിയ ഷിബിനായിട്ടും സ്തോത്രം. യുവപ്രായത്തിൽ നിന്നെ അറിയുവാനും നിൻ്റെ വേലയ്ക്കായിട്ട് ചുമൽ കൊടുപ്പാനും നിൻ്റെ വചനം അഭ്യസിക്കാനും ഒക്കെ കൊടുത്ത കൃപയ്ക്കായിട്ട് സ്തോത്രം. തൻ്റെ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ കൃപകളും കൊടുത്ത് അവരെ വഴി നടത്തണം. വരുന്ന ആളുകളിൽ എരിഞ്ഞു ശോഭിക്കുന്ന ഒരു താരകമായിട്ട് നിൻ്റെ മകനെ മാറ്റണം. അനേകർ നിങ്കിലേക്ക് വരാനുള്ള ഒരു വഴിയായിട്ട് താനായിരിക്കാൻ ഇടയാക്കണം. ആ സഭയെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നല്ല സമയത്തിനായിട്ടും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. TBFൻ്റെ മറ്റ് ശുശ്രൂഷകളെല്ലാം ഓർക്കുന്നു. ഈ നാളുകളിൽ വലിയ പ്രാതികൂല്യങ്ങളൊക്കെയുള്ള ഈ കാലത്ത് കിട്ടുന്ന അവസരങ്ങളൊക്കെ നിൻ്റെ നാമമഹത്വത്തിനായിട്ട് ഉപയോഗിക്കാൻ പ്രിയപ്പെട്ടവരെ സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം. തുടർന്നും സഹായിക്കണം, ശക്തിപ്പെടുത്തണമേ. ഈ സായനത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. യേശുക്രിസ്തുവിൻ്റെ മഹോന്നത നാമത്തിൽ തന്നെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവിൻ്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നാം എല്ലാവരോടും കൂടെ ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.